സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ സുലൈമാൻ നബിക്ക് ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. മരംകൊത്തി പോലെ ഇരിക്കുന്ന ഒരു ജീവി. എന്റെ പ്രിയമുള്ള അതിന്റെ കഥകളെ നമുക്കറിയാം. അതിങ്ങനെ നടക്കും ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കും. എവിടെയെങ്കിലും കാണുന്ന അത്ഭുതകരമായ കാര്യം സുലൈമാൻ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു കൊടുക്കും. ആ കിളിയുടെ സ്വഭാവം അങ്ങനെ ഒരിക്കലും പോയിട്ട് കാണുന്നില്ല. അപ്പൊ ഈ കിളിക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത്തിരി പ്രത്യേകമായിട്ടുള്ള പരിഗണനയാണ്, വലിയ സ്വാതന്ത്ര്യമാണ്. ഇത് കണ്ടപ്പോ പലർക്കും സഹിക്കണില്ല. എല്ലാരും സുലൈമാൻ നബിയോട് പരാതി പറഞ്ഞു, നബിയെ ഈ അടുത്തായിട്ട് ഇത്തിരി ആള് ഇങ്ങനെ വലിയ ഉത്തരവില്ല, ഇങ്ങനെ നടക്കാം, എവിടെങ്കിലൊക്കെ പോയതാ, ഇങ്ങനെ പരാതികൾ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, വരട്ടെ ഞാൻ ചോദിക്കാം. ഇങ്ങനെ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി കടന്നു വന്നു. സുലൈമാൻ നബി ചോദിച്ചു, നീ എവിടെ പോയി? ആ സമയത്ത് പക്ഷി പറഞ്ഞു കൊടുത്ത്, നബിയെ ബൽക്കീസ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഒരു നാടുണ്ട്. ബൽക്കീസ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ നാടിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അവിടുത്തെ നേതാവ് ബൽക്കീസ് എന്ന് പറയുന്ന പെണ്ണ പറഞ്ഞു കൊടുത്തു. അവസാനം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കത്തെഴുതി ബൽക്കീസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ കിളി കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് ചരിത്രം അറിയാം. അങ്ങനെ ബൽക്കീസും തന്റെ അനുയായികൾ മുഴുവനും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നിന് വരികയാണ്. ആ വരുന്ന സമയം ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം ഒരുപാട് ചങ്ങലകൾ കെട്ടി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടാ വരുന്നത്. ഇതിനെക്കുറിച്ച് കിളി പറഞ്ഞു കൊടുത്തപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാവരെയും വിളിച്ചുകൂട്ടി, ജിന്നുകളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, ലക്ഷക്കണക്കിന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന സിംഹാസനം എന്റെ മുന്നിൽ കൊണ്ടുവരണം. ആര് കൊണ്ടുവരും? ജിന്നുകളുടെ നേതാവായ ഒരു ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അങ്ങ് ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ നബി പറഞ്ഞു, പറ്റൂല, ഇതിനേക്കാളും സ്പീഡിൽ കൊണ്ടുവരുന്ന ആരുണ്ട്? ആ സമയത്ത് ഒരു ആലിമായ നിമിഷം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അങ്ങയുടെ കണ്ണ് ഒന്നിങ്ങനെ ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം ഞാൻ കൊണ്ടുവരാൻ നബിയെ. എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നിൽക്കുക. അല്ലാഹുവേ പടച്ചവനെ ആ മനുഷ്യൻ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. സുലൈമാൻ നബിക്ക് തന്നെ അത്ഭുതമായി. ജിന്നുകൾക്ക് പോലും കഴിയാത്ത കാര്യം ഈ മനുഷ്യൻ എങ്ങനെ പറ്റി? അപ്പൊ അവിടെ നിന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു ദിക്റ് പറഞ്ഞിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും. ഞാനൊരു ദിക്റ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. ആ ഉസ്താദ് പറയാ, ഇൽമു പഠിച്ച മനുഷ്യൻ പറയാ. അവിടെ നിന്ന് ചോദിച്ചു, ഏത് ദിക്റാ? ആ ദിക്റ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദിക്ർ അങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിച്ചാ നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ? ജോലി വേണോ? കടം മാറണോ? മക്കളുടെ കല്യാണം നടക്കണോ? വീട് വേണോ? നിന്റെ പ്രയാസം മാറണോ? ഈ ദിക്ർ ഇങ്ങോട്ട് പറ 313 പ്രാവശ്യം. ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പോയപ്പോ ഇതും പറഞ്ഞുകൊണ്ടാ പോയെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞുതരട്ടെ. വേണോ? നേരെ ചാരി പറമ്പല്ലത് കടപ്പുറമല്ല, നേരെ ഇരിക്കില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്യും, അതൊരു 11 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞുതരട്ടെ. ഏത് ദിക്ർ? യാ ഹയ്യു ഒരു 313 പ്രാവശ്യം അങ്ങോട്ട് പറ. ബദറി പോയപ്പോ ഇതും പറഞ്ഞിട്ടാ പോയ. ഒട്ടിയ വയറും മൂരി പിടിച്ച വാളും ആയിട്ട് ബദരീങ്ങൾ ഇറങ്ങിപ്പോയത് ഈ ദിക്റും പറഞ്ഞിട്ടാ. നീയും വീടിന്റെ അകത്ത് പോയിരുന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യും, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോ ആ മനുഷ്യനും ആലിമായ മനുഷ്യനും പറഞ്ഞത്, ഞാനിത് പറഞ്ഞിട്ട് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നതൊക്കെ അല്ലാഹു നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിൽ ഇല്ലാതെ വന്ന
അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമസായിഹു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു നാട്ടിൽ അതാ രണ്ടാമത്തെ മനുഷ്യനാരാ? ഈ മനുഷ്യന്മാരില്ലാതെ വന്നാൽ ആ നാട്ടിൽ ദുരന്തമുണ്ടാകുമെന്നാണ്. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? പ്രായമുള്ളവരാണ്. ഇങ്ങനെയുള്ള പ്രായമുള്ളവര് തെറ്റ് കണ്ടാൽ തിരുത്താത്ത, നന്മ പറഞ്ഞു കൊടുക്കാത്ത പ്രായമുള്ള ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, പ്രായമുള്ള ഒരുപാട് പേരെന്ന് എല്ലാ നാടുകളിലുമുണ്ട്. അവർക്ക് അർഹതയില്ല, തിരുത്തി കൊടുക്കാറില്ല, നന്മ ഉപദേശിക്കാറില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ അനാചാരങ്ങൾ നടന്നാലും, എത്ര വലിയ വൃത്തികേടുകൾ നടന്നാലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനെന്ന് പ്രായമുള്ളവരില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. പറയണം, തിരുത്തി കൊടുക്കണം. അത് സാഹചര്യത്തിലാകട്ടെ, എത്ര വലിയ സാഹചര്യത്തിലാകട്ടെ. സയ്യിദുനാ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്ന് പറയുന്ന മജൂസിയുണ്ടല്ലോ, ശങ്കടർത്തിയ കടാര കുത്തിയിറക്കിയിട്ടു തന്റെ കുടൽമാല താഴെ വീണു. വായിലൂടെ ഒഴിക്കുന്ന വെള്ളം തന്റെ കുടലതാ വയറ് കീറിയിട്ട് വെളിയിലേക്ക് പോകുകയാണ്. ആനായി ഉമർതങ്ങളെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും അവിടെ വന്ന് സമാധാനിപ്പിക്കുകയാണ്. സമയമുണ്ടല്ലോ, ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, ഖലീഫ, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമറ്? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ മനുഷ്യരാണ്. നബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ്. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയല്ലോ. നബിയെ കാണാൻ നബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാ, മുത്തുനബിയുടെ പുറകെ നിസ്കരിക്കാം. ആ മുത്തുനബി ഇഷ്ടപ്പെടുന്ന മനുഷ്യനാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഉമറ്? നിങ്ങൾക്ക് ഖലീഫയാകാൻ കഴിഞ്ഞില്ലേ ഉമറ്? നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമറ്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് കടന്ന് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കുളിർമഴ പെയ്യുന്നത് പോലെ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാ. നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണ് ഉമർ. നമസ്കാരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് നിങ്ങൾക്ക് ഈ വിപത്ത് സംഭവിച്ചത്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകുമ്പോ ഒരു കാഴ്ച കാണുകയാ. തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടു. ചെറുപ്പക്കാരൻ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നു പോകുമ്പോ നിങ്ങളുണ്ടല്ലോ വയറിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. ഒരു കൈ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു. എന്നിട്ട് വിളിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, നിന്റെ വസ്ത്രമുണ്ടല്ലോ എനിക്ക് താഴെ കിടക്കുകയാണ്. മോനെ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ എനിക്ക് താഴേക്ക് താഴ്ന്നു കിടക്കുകയാ.
അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല മോനെ. വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരിയുടെ അടയാളമാണ്. അഹങ്കാരിയുടെ അടയാളമാണ്. ഒരു കടുകുമണിയുടെ അളവ് അഹങ്കാരമുള്ളവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ. നിന്റെ വസ്ത്രം ഒന്ന് മുകളിലേക്ക് ഉയർത്തി വെക്കടാ. ഇതെപ്പടാ പറഞ്ഞതെന്നറിയുമോ? മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വാപ്പാ നീ എന്തേ ഉപദേശിക്കാത്തത്, തെറ്റിതിരുത്താത്തത്? നീ നിന്റെ വീട്ടിലെ കാരണവനാണല്ലോ. നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യരാ. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. നിന്റെ കൊച്ചുമക്കളുടെ വിവാദം കടന്നു വരുമ്പോ എല്ലാ പേക്കൂട്ടുകളാണ് വാപ്പാ. ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാ, സമുദായത്തിന് നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളാ. ഗാനമേള നടത്തുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, റാലി നടത്തുന്നവരുണ്ട്. മോശമായ രീതിയിൽ സമുദായത്തിന് പേരുദോഷം കൽപ്പിക്കുന്ന രീതിയിൽ എന്റെ കുടുംബത്തിന്റെ ഗതി എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അത് പ്രതികരിക്കാൻ കഴിയാത്തത്, പാപമാണെന്ന് പറയാൻ കഴിയാത്തത്, തിരുത്താൻ കഴിയാത്തത് നിന്നെ എന്തുകൊണ്ടാണ് വാപ്പാ? അല്ലാഹു നിന്നോട് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണല്ലോ. മക്കളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കുടുംബത്തിലെ പല ചെറുപ്പക്കാരുമുണ്ടല്ലോ. അവർക്ക് തെറ്റിതിരുത്തി കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. നീ തിരുത്താറില്ല. വിചാരിക്കുന്നത് അവരും അല്ലാഹുവും തമ്മിൽ തീർക്കട്ടെ. അങ്ങനെ കരുതാൻ പാടില്ല. ഈ നാട്ടിലെ പ്രായമുള്ള ഉമ്മമാരോട് പറയുകയാണ്, തെറ്റ് കണ്ടാ തിരുത്തണേ ഉമ്മ. അവർക്ക് നീ നന്മ പറഞ്ഞു കൊടുക്കൂ, നന്മ പറഞ്ഞു കൊടുക്കൂ. ഉസ്താദേ, ഞങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കില്ലല്ലോ, കളിയാക്കുമല്ലോ. ബാപ്പാ നീ പേടിക്കുന്നത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, ഒരിക്കലും പതറാ പാടില്ല. കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടാ കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കുടുംബത്തില് കണ്ണിന്റെ മുന്നില് ഒരു തെറ്റ് നടക്കുന്ന സമയത്ത് ആ തെറ്റ് തിരുത്തി കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? പ്രായമുള്ള ആൾക്കാർ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പേടിയ കാരണം എന്തെങ്കിലും തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ല. കണ്ണിന്റെ മുന്നിൽ തന്റെ കുടുംബത്തിൽ തന്നെ എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുമ്പോ തിരുത്തൽ എത്ര വാപ്പമാരാവുള്ള, എത്ര പേരെ തിരുത്തി കൊടുക്കണം? ആർക്ക് സമയമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുത്തി കൊടുക്കണം. ആ ജോലി അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. നാട്ടിലെ പ്രായമുള്ള വാപ്പയും ഉമ്മയും തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങളുടെ ജോലിയാ, പള്ളിയിലെ ഖത്തീബിന്റെ മാത്രം ജോലിയല്ല. ഇത് നിന്റെ ജോലിയാ. കണ്ടാ തിരുത്തണം, അവന് നന്മ പറഞ്ഞു കൊടുക്കണം. മുടി വളർത്തിയിട്ട് നടക്കുന്നവനെ വിളിച്ചിട്ട് പറയണണ്ടാ മോനെ നല്ലതുപോലെ നടക്കടാ, ഇത് പാപമാടാ, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാടാ, മലക്കുകളുടെ ശാപം കിട്ടുന്ന കാര്യമാടാ, ഇത് പറഞ്ഞു കൊടുക്കാൻ വാപ്പാ നിനക്ക് അർഹതയുണ്ട്, നീ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ പലരും പറയത്തില്ല, ഓ അബൂബക്കറിന്റെ മോൻ അങ്ങനെ നടന്ന എനിക്കിവിടെ എന്താ? നമ്മൾ സ്വന്തം കാര്യം ശ്രദ്ധാവ് അങ്ങനെയല്ല, തിരുത്തി കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഉസ്താദ് ഇത് പറഞ്ഞ അവരനുസരിക്കത്തില്ല, അവർ നമ്മളെ കളിയാക്കട്ടെ, പാപ്പ നിനക്കെന്താ വേണ്ടത്? നീ നിന്റെ ജോലി നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്ത് തിരുത്തണമെന്ന് പറഞ്ഞ തിരുത്തണം. തിരുത്തി കൊടുത്ത അല്ലാഹു തന്നെ പ്രതിഫലം കേൾക്കും. ഇത് കേട്ടിട്ട് തീരുമാനിക്കു വേണോ വേണ്ടയോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തന്റെ കണ്ണിന്റെ മുന്നിൽ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ തിരുത്തി കൊടുക്കണം. അങ്ങനെ തിരുത്തി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, കണ്ണിന്റെ മുന്നിൽ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ തിരുത്തി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ?
അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമതും സൂറത്ത് കാഹളത്തിൽ ഊതുമ്പോൾ മണ്ഡലത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. കബർ പൊളിച്ചിട്ട് കബറിനകത്ത് കിടക്കുന്നവർ മുഴുവൻ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് പള്ളിയുടെയും പണിയുടെയും കഴുതയുടെയും പിൻകാരങ്ങളിൽ കൊണ്ടുകുത്തി വെച്ച് കിടന്ന കുഷ്ഠരോഗിയെ പോലെ വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ സഹായിക്കാറില്ലാത്ത കോടതിയോടല്ലോ. അമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. കോടതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ആകവേ ഉടുതുണിയില്ല, ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ല, വസ്ത്രം ധരിക്കാതെ ചെരുപ്പ് ധരിക്കാതെ ചെമ്പിന്റെ തറയില് മുകളിൽ സൂര്യൻ നിൽക്കുകയാണ്. പരലോകത്തെ റബ്ബിന്റെ മുന്നിൽ വിയർപ്പിന്റെ അകത്ത് നിന്ന് അല്ലാഹുവേ വിളിക്കുന്ന സമയമുണ്ടല്ലോ. യാ വൈലതാ യാ ഹസ്രതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കിയിട്ട് പരലോകത്ത് കിടന്ന് നെട്ടോട്ടമോടുമ്പോ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ടപ്പോൾ എഴുതി കൊടുത്ത ഈ നാട്ടിലെ പ്രായമുള്ള ഉപ്പമാര്, നാട്ടിലെ പ്രായം ചെന്ന ഉമ്മമാര്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? കണ്ടാ തിരുത്തി കൊടുത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവേ തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത മനുഷ്യ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. ഉമ്മമാരെ അടുത്തേക്ക് അല്ലാഹു വിളിക്കുകയാ. അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ തിരുത്തി കൊടുത്ത മുസ്ലിമേ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്ത നിങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് ഇവിടെയും ചോദ്യം ചെയ്യലില്ല. കാണുന്ന സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങളെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോ ചില പ്രായമുള്ള വാപ്പാനെ ഉമ്മാനെ വിളിച്ചിട്ട് പറയും, പൊക്കോ സ്വർഗത്തിൽ, പൊക്കോ പൊക്കോ, ഒരു ഒന്നുമില്ല, ചോദ്യമില്ല, വിചാരണയില്ല, പോ. എന്തിന്റെ പേര്? ഈ നാട്ടിലെ ചെറുപ്പക്കാര് തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ, നിന്റെ ഭാര്യ മക്കളും നിന്റെ കുടുംബക്കാരും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തതിന് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റ് കണ്ട തിരുത്തേണ്ട ജോലി ഈ നാട്ടിലെ പ്രായമുള്ളവരുടെ ബാധ്യതയാണ്. അങ്ങനെയുള്ള വാപ്പമാരില്ലാതെ വന്ന ഭൂകമ്പം മാത്രമല്ല, വേറെ എന്തുമുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള വാപ്പമാരില്ല, ഇല്ലേ? അങ്ങനെയുള്ള വാപ്പമാരിന്ന് ഇല്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള വാപ്പമാരിന്ന് പ്രായമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ ഉപദേശിക്കാനുള്ള അർഹത ഇല്ലാതെ പോയിരിക്കുന്നു.
ഒരുപാട് പ്രായമുള്ളവരുണ്ട്. പക്ഷെ ആ പ്രായമുള്ളവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാനുള്ള അർഹതയില്ലാതെ പോയി. അത് നിന്റെ കയ്യിലിരിപ്പാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുകയും നന്മ ഉപദേശിച്ചു കൊടുക്കണം. മോനെ, ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല, നന്മകൾ പറഞ്ഞു കൊടുക്കുക, നന്മകൾ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ളവരില്ലാതെ വന്നാൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം. സമയം 11 മണി കഴിഞ്ഞു. നിർത്താറായോ? പറ, നിർത്താറായോ? ബോറടിച്ചു തുടങ്ങി. പറ. എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാമില്ലെങ്കിൽ എന്ത് വേണം പറയണമെന്നുള്ളവരൊക്കെ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആ പൊക്കിയ കൈ ഒന്ന് പോക്കറ്റിലിട്ടെ. ആ ഉയർത്തിയ കൈ നിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു നല്ല സദഖ എടുക്കുക. നല്ല കാര്യത്തിന് ബക്കറ്റ് ഇട്. എല്ലാവരും ആ ഉയർത്തിയ കൈ നിന്റെ പോക്കറ്റിൽ കൈയിട്. എന്നിട്ടൊരു പൈസ എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? അല്ലാഹുവേ സദഖയുടെ പ്രതിഫലം അസ്സദഖത്തു റത്തുൽ ബലാ. സദഖയുടെ പ്രതിഫലം വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന്. അല്ലാഹുവേ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. 2 കിഡ്നിയും തകർന്നു പോയി. ആ സമയത്ത് വീട് പള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇപ്പം ചെയ്യേണ്ടത്. നിന്റെ ക്യാൻസർ മാറ്റാൻ സദഖയ്ക്ക് കഴിയും. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സദഖയ്ക്ക് കഴിയും. നിനക്ക് എന്തെങ്കിലും അപകടങ്ങളോ ദുരന്തങ്ങളോ അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സദഖ അത് തട്ടിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നേട്ടമാർക്കാം നമുക്കാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ എടുത്ത് അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ വരരുത്. നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു സദഖ എടുത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കൈയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എടുത്ത് അൽഹംദുലില്ലാഹ്. മൈക്ക് സെറ്റ് ആരാ? മോനെ സ്റ്റാൻഡ് ഉണ്ടോ? ചെറിയ ഇൻഷാ അല്ലാഹ്. ഞാൻ ഇരുന്ന് വഅദ് പറയട്ടെ. നിങ്ങളൊക്കെ ഇരിക്കില്ല, ഞാൻ ഇരുന്നോട്ടെ. അതോ അവർ വേണ്ടേ? ഇരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഫ്ലൈറ്റ് പോകുന്നില്ല, കുഴപ്പമില്ല. തലയിൽ വീഴാതിരുന്നാൽ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഭാഗം അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ പറഞ്ഞ സ്വലാത്ത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുത്തോ അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിൽ മരിക്കുന്ന കാലം വരെ നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്, പട്ടിണി കൊടുക്കല്ലേ അല്ലാഹ്. ആരുടെ വീട് പട്ടിണിയായാലും അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഈ സദഖ കൊടുക്കുന്നവരുടെ പാപങ്ങളുടെ വീടിന്റെ അകത്ത് നീ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മൂന്നാമത്തെ വിഭാഗം എല്ലാവരും വലിയ പ്രതിസന്ധിയില്ല. സാമ്പത്തികമായിട്ടൊക്കെ വലിയ തകർന്ന് തരിപ്പണമായി. ഉസ്താദേ, എന്ത് ചെയ്യണം എന്നറിയില്ല. എല്ലാവരും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ പറയുന്നുണ്ട്.
എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ആരുടെ വീട്ടിലാ അപ്പൊ ബുദ്ധിമുട്ടുള്ള? ആരുടെ വീട്ടിലാ ബുദ്ധിമുട്ടുള്ള? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യക്കും മക്കൾക്കും കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞ കാര്യമുണ്ടോ? നിന്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കേന്ദ്ര സർക്കാർ ഉള്ളതുകൊണ്ടാ? GST വന്നതുകൊണ്ടാ? പറചങ്ങാതിമാർ അതുകൊണ്ടാ? അല്ല, നിന്റെ കയ്യിൽ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണമില്ലെങ്കിൽ അതിന്റെ കാരണം മോഡി സാറല്ല, നീ തന്നെ. അത് നിന്റെ കയ്യിലിരിപ്പ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ ഒരു നന്മ പറഞ്ഞുതരാം. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് റിസ്ക് ഉണ്ടാകും. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അംബാനിയുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പണക്കാരനാണല്ലോ അംബാനി. ഇനി അവൻ എത്തീംഖാനയിലായെന്ന് സങ്കല്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഓൻ എത്തീംഖാനയിലാകാൻ. നിങ്ങൾ ചിന്തിക്കുക, അത്രയും വലിയ സമ്പന്നനായ അവൻ പോലും തകർന്ന് തരിപ്പണമായിട്ട് അവന്റെ വീടിന്റെ അകത്ത് പോലും കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അൽഹംദുലില്ലാഹ്. ഒരു കാര്യം ചെയ്താൽ മതി കേട്ടാ. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാകും. ഒരാളുടെ വീട്ടിലും പോണ്ട, ഒന്നിനും പോകണ്ട. നിങ്ങളുടെ വീടിന്റെ അകത്ത് അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുമോ? ചെയ്യാവോ? വേണമെങ്കിൽ ചെയ്യ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവെടുക്കേണ്ടി വരും. സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ടി വരും. റമദാൻ മാസം ആകുമ്പോ ഓരോ വീടും കയറി ഇറങ്ങി പിരിവെടുക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. ഉറക്കെ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണ പടച്ചവൻ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ്. കഴിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ എല്ലാവരും എഴുന്നേറ്റ്. സുഖമില്ലേ? അടുത്തിരിക്കുന്ന ആളോട് സലാം പറഞ്ഞു. വെറുതെ അല്ല, കൈ പിടിച്ചിട്ട് പറ. പറഞ്ഞോ. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ പിടിച്ചിട്ട് പരിചയപ്പെട്ടോ. പ്രയോജനം ചെയ്യുന്ന നാളെ നിനക്ക് പ്രയോജനമുണ്ടാകും. മഹാനായ നബിയനാ റസൂലുള്ളാഹി കയ്യെ പിടിച്ചിട്ട് സലാം പറഞ്ഞാലുള്ള പ്രയോജനം, നാളെ നിന്റെ അടുത്തിരിക്കുന്നവൻ സ്വർഗത്തിലും നീ നരകത്തിലും. അപ്പൊ ഈ കൈ പിടിച്ച് ഈ ചങ്ങാതിയോട് അള്ളാഹു ചോദിക്കും, നീ എന്താ സ്വർഗത്തിൽ കടന്നിട്ടും വലിയ സന്തോഷം ഇല്ലാത്തത്? എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, വയലിന്റെ സദസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ. പടച്ചറപ്പേ, ഓ നരകത്തിൽ കിടക്കാവുക, പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷം? ആണോ? പോയി വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് വാടാ. ചിലപ്പോ ഈ കൈ പിടിച്ചത് നാളെ അവിടെ ഉപകാരപ്പെടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവരവരിയ്ക്കുന്ന കസേരയുടെ മുകളിൽ ഒന്ന് കൈവച്ച്. അവിടെ കസേര ഉണ്ടോ? ഉണ്ട്. എടുത്ത് മുന്നോട്ട് വന്ന് എല്ലാരും ആ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് വാ. ഞാൻ നിർത്താ. ഇറങ്ങ്. അരസിന്റെ മുകളിൽ ഇരിക്കുന്നവരൊക്കെ താഴെ ഇറങ്ങുക. കേറിക്കോ. ഞാൻ നിർത്താ. മോനെ ചങ്ങായിടാ. അവിടെ വയർ കിടക്കുന്നു. പൈസലേ ആ വയറിലങ്ങ് പിടിച്ചേക്ക്. വാ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താപ്പാ അല്ലേ? അൽഹംദുലില്ലാഹ്. ഇത്രയും പേരുണ്ടായിരുന്നു, ഇത്രയും ആളുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അങ്ങോട്ട് അടുത്തിരിക്കുമ്പോഴേ ഖബറിന്റെ ഓർമ്മ വരത്തുള്ളൂ. അടുത്തടുത്തിരുന്നാൽ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കും. അള്ളാഹു നമ്മുടെ ഹൃദയം അടുപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ടായി പഴയ ആൾക്കാർ പറയുന്നത് വീട്ടില് വലിയ അടുക്കള വെക്കാൻ പാടില്ല. വീട്ടിൽ എന്തോ വെക്കാൻ പാടില്ല? വലിയ അടുക്കള. ഇന്നത്തെ അടുക്കളയുടെ നീളം കണ്ടിട്ടുണ്ടോ?
ഇന്ന് അടുക്കള പെണ്ണുങ്ങൾ ഒരെണ്ണം പോരാ, ആദ്യം ഒരെണ്ണം, പിന്നെ ഒരെണ്ണം, പിന്നെ പുറത്തൊരെണ്ണം, 3 അടുക്കള. എന്നാ പഴയ വീട്ടിൽ 5ഉം 6ഉം 10ഉം മക്കളുണ്ട്, ഒരു ചെറിയ അടുക്കള. അതിനകത്ത് കിടന്ന് ഏട്ടന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ എല്ലാം കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഉരുമ്മി അല്ലാഹുവേ ആ അടുക്കളക്കകത്ത് കിടന്ന് ഭക്ഷണം വെച്ചു. ആർക്കും അസൂയയില്ല, ആർക്കും പ്രശ്നങ്ങളില്ല. എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ വീടൊക്കെ. എന്തുകൊണ്ട് എല്ലാം ഇങ്ങനെ തട്ടി നടക്കും. ജ്യേഷ്ഠന്റെയും അനുജന്റെയും എല്ലാ ഭാര്യമാരങ്ങോട്ട് പെണ്ണുങ്ങൾ 5 ഉണ്ടെങ്കിലും അള്ളാഹു എല്ലാം തട്ടിയും മുട്ടിയും ഉള്ളത് ഇങ്ങനെ വെച്ച് നടക്കുമെന്തേ അടുത്തടുത്ത് കിടന്നപ്പോ ബന്ധമുണ്ടായി. ഇന്ന് അടുക്കള കൂടി. അതുകൊണ്ട് തന്നെയാ പെണ്ണും പിള്ളയും കെട്ടിയവനും തമ്മിലും പോലെ അകന്നു പോയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ അടുപ്പിക്കുമാറാകട്ടെ. അപ്പം മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാതെ ജീവിക്കാം. നിന്റെ വീടിന്റെ അകത്ത് ഒരിക്കലും പട്ടിണി ഉണ്ടാകില്ല. ഒരു കാര്യം ചെയ്യണം. ചെയ്യുവോ? ഉറക്കപ്പറ ചെയ്യോ? നീയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നോ വീടിന്റെ പ്രമാണം പള്ളിക്ക് കൊടുക്കണമെന്നല്ല. 5 നയാ പൈസ വേണ്ട. 5 നയാ പൈസ വേണ്ട. ഒറ്റ കാര്യം അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ കാര്യം? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖ. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകാതിരിക്കാൻ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. എന്ത് ചെയ്യണം? 5 നേരം നിസ്കരിച്ചാൽ മതിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? 5 നേരം നീ മാത്രം നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിങ്ങൾ കുടുംബസമേതം 5 നേരം നിസ്കരിച്ച മരിക്കണ കാലം വരെ പടച്ച മടരും നിനക്ക് ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.